ആശ്രയം ചിലർക്കു രഥത്തിൽ വിശ്രമം, അശ്വബലത്തിലെന്നാശ്രയമെന്നും യേശുവിൻ ഭുജത്തിൽ. ആരെ ഞാൻ ഭയപ്പെടും, പാരിലായുസിൻ നാളുകളെല്ലാം. ആരെ ഞാൻ ഭയപ്പെടും, പാരിലായുസിൻ നാളുകളെല്ലാം. ആശ്രയം ചിലർക്കു രഥത്തിൽ വിശ്രമം, അശ്വബലത്തിലെന്നാശ്രയമെന്നും യേശുവിൻ ഭുജത്തിൽ. ആരെ ഞാൻ ഭയപ്പെടും, പാരിലായുസിൻ നാളുകളെല്ലാം. ആരെ ഞാൻ ഭയപ്പെടും, പാരിലായുസിൻ നാളുകളെല്ലാം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും എന്ന് തിരുവചനം പറയുന്നു. ദൈവത്തെ നാം വിശ്വസിക്കണം, ദൈവത്തെ നാം അനുസരിക്കണം, ദൈവത്തെ നാം സ്നേഹിക്കണം. വചനം പറയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ, ദൈവത്തിൽ സ്നേഹിക്കുന്നവർ വാസ്തവമായി എന്താണ് ചെയ്യുന്നത്? ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്നെ കേൾക്കുന്ന എല്ലാ പ്രതീക്ഷകളും ആശകളും ആശ്രയവും നഷ്ടപ്പെട്ടവർ, അവരോട് ഞാൻ ധൈര്യത്തോട് പറയാം, ആശ്രയിക്കാൻ കൊള്ളാവുന്നൊരു വ്യക്തിയുണ്ട്, അത് യേശു ക്രിസ്തു മാത്രമാണ്. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർ ഒരിടത്തും ലജ്ജിച്ച് പോകേണ്ടി വരത്തില്ല. നാം ഇന്ന് കാണുന്ന മനുഷ്യരും പ്രിയപ്പെട്ടവരും ഒക്കെ ചില ജീവിത സാഹചര്യങ്ങളിൽ മാറി നിൽക്കും. എന്നാൽ ഒരിക്കലും മാറാത്തൊരുവൻ, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്തവൻ യേശു ക്രിസ്തുവാണ്. സങ്കീർത്തനക്കാരൻ അതിൻ്റെ സങ്കീർത്തനങ്ങളിൽ കൂടുതൽ ഭാഗങ്ങളിൽ ആശ്രയത്തെക്കുറിച്ച്, ദൈവത്തിൽ താൻ ആശ്രയിച്ചതുകൊണ്ട് താൻ അനുഗ്രഹിക്കപ്പെട്ടതും ഉയർച്ച പ്രാപിച്ചതിനെക്കുറിച്ചും സങ്കീർത്തനക്കാരൻ വിവിധ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തുന്നു. 118 സങ്കീർത്തനത്തിൽ പറയുകയാണ്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പിന്നെന്താണ്? യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നല്ല കാര്യം മനുഷ്യരിൽ ആശ്രയം വെക്കുന്നതല്ല. ഇന്ന് നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞവർ, ഇന്ന് നിങ്ങളെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ പല ജീവിത സാഹചര്യങ്ങളിൽ മാറി നിൽക്കാം. അവർ സഹായിച്ചില്ലെന്ന് വന്നേക്കാം. എന്നാൽ കർത്താവ് പറയുന്ന വാക്കുകൾ മാറുന്നതല്ല. ഊവെന്ന് പറഞ്ഞാൽ ഊവ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. കർത്താവ് പറയാണ്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. അല്ല, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാണ്. എന്നിട്ട് പറയാണ്, പ്രഭുക്കന്മാരിൽ, വലിയ പണമുള്ളവരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് ആണ് നല്ലത്. എൻ്റെ ജീവിതയാത്രയിൽ ചില സമയങ്ങളിലൊക്കെ ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞൊരാൾ, ഞാനൊരു സഹായത്തിൻ്റെ ആവശ്യമായി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടിലിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം അന്ന് എനിക്കത് മനസ്സിലായി, മനുഷ്യരിലല്ല വാസം, എന്നാൽ ദൈവം എനിക്ക് വേണ്ടി അവിടെ അത്ഭുതങ്ങളെ ചെയ്തു. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിങ്ങളെ മനുഷ്യരെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലാൽ നിങ്ങൾക്ക് സഹായം ലഭിച്ചില്ല എന്ന് നിങ്ങൾ ഭാരത്തോടെ നെടുവീർപ്പോടെ ഇരിക്കുകയാണെങ്കിൽ അത് സത്യം ഇത് തന്നെയാണ്. മനുഷ്യർക്ക് പൂർണ്ണമായി മനുഷ്യരെ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയത്തില്ല. മനുഷ്യർ ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ്. ദൈവത്തെ നോക്കുകയാണ് ചെയ്യേണ്ടത്. വചനം പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതും ഇല്ല. സങ്കീർത്തനങ്ങൾ അതിൻ്റെ 20:7 പറയുകയാണ്, ചിലർ രഥങ്ങളിൽ ആശ്രയിക്കുന്നു, ചിലർ കുതിരകളിൽ ആശ്രയിക്കുന്നു.
ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ചിലർ തങ്ങൾക്കുള്ള കുതിരയിലും രഥത്തിലും അവന് കിട്ടിയ സമ്പത്തിലും അങ്ങനെയൊക്കെ ആശ്രയിക്കുകയാണെങ്കിൽ, ഞങ്ങൾ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 28:7 പറയാം, യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയും ആകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു. എൻ്റെ ഹൃദയം ദൈവത്തിലാണ് ആശ്രയിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, എനിക്ക് സഹായം ലഭിച്ചു. യഹോവയിൽ ആശ്രയിച്ചാൽ ഉറപ്പായിട്ട് ആ സഹായം ലഭിക്കും. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യരല്ല, ദൈവത്തിലാണ് പൂർണ്ണമായി നാം ആശ്രയിക്കണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അത് നാം മറന്നു പോകരുത്. സങ്കീർത്തനങ്ങൾ 37 പറയുകയാണ്, അതിൻ്റെ 3, 4, 5 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: യഹോവയിൽ ആശ്രയിച്ചവരെന്തോ ചെയ്യണം? അവർ നന്മ ചെയ്യണം. അവർ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കണം. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം അവർക്ക് നൽകും. നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. യഹോവയിൽ തന്നെ നമ്മൾ ആശ്രയിക്കണം. നമ്മൾ യഹോവയിൽ തന്നെ പുകഴണം. അപ്പം നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും. അവിടെ പറയാണ്, സങ്കീർത്തനക്കാരൻ വീണ്ടും പറയാണ്, 56 പറയാണ്, 3, 4 പറയാണ്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കും. നമ്മുടെ ജീവിതത്തിൽ ഭയപ്പാട് വരുമ്പോൾ നമ്മൾ ആരിൽ ആശ്രയിക്കേണ്ടത്? ദൈവത്തിൽ ആശ്രയിക്കും. എന്നിട്ട് പറയാണ്, ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. വചനത്തിലാണ് ഞാൻ പുകഴുന്നത്. എന്നിട്ട് പറയാം, ഞാൻ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. എന്നിട്ട് പറയാം, ഞാൻ ഭയപ്പെടത്തില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? സങ്കീർത്തനങ്ങൾ 121 നാം വായിക്കുമ്പോൾ, ആ സങ്കീർത്തനങ്ങൾ 125:1 നാം വായിക്കുമ്പോൾ അവിടെ പറയാണ്, യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വേറെ ഒരു ആശ്രയവും പരിപൂർണതയിലേക്ക് നമ്മളെ കൊണ്ടുപോകത്തില്ല. സന്തോഷത്തിലോ അനുഗ്രഹത്തിലോട്ടോ കൊണ്ടുപോകത്തില്ല. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം വിശ്വസിക്കണം, നമുക്ക് ആശ്രയിക്കാൻ ദൈവം തന്നേക്കുന്ന ഒരേ ഒരു വ്യക്തി, അത് നസ്രേനാം യേശു ക്രിസ്തു മാത്രമാണ്. മരണത്തെ ജയിച്ച് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ, യേശുവിനെ ആശ്രയിച്ചാൽ ഒരിടത്തും ലജ്ജിച്ചു പോകത്തില്ല. എന്നാൽ മനുഷ്യരിൽ ആശ്രയിച്ചാലോ, പ്രഭുക്കന്മാരിൽ ആശ്രയിച്ചാലോ പല ജീവിത സാഹചര്യങ്ങളിലും ലജ്ജിച്ചു പോകേണ്ടി വരും. ഒരിക്കൽ കൂടെ വചനം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു, എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവിൻ്റെ കൃപകൾ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് ഭാരത്തോടാണോ വിഷയത്തോടാണ് ഇവർ കേൾക്കുന്നത്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് മനുഷ്യരിലൊക്കെ ആശ്രയിച്ച്, വൈദ്യശാസ്ത്രത്തിൽ ആശ്രയിച്ച്, പലതിലും ആശ്രയിച്ച് ക്ഷീണിച്ച് മടുത്തിരിക്കുന്ന എന്നെ പ്രിയപ്പെട്ടവർ കേൾക്കുമ്പോൾ, ശാശ്വതമായി കർത്താവിൽ ആശ്രയിക്കാൻ, പിതാവ് അയച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിൽ ആശ്രയിക്കാൻ ഓരോ പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയ ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ആശ്രയം ചിലർക്കു രഥത്തിൽ, വിശ്രമം അശ്വബലത്തിലെന്നാശ്രയമെന്നും, യേശുവിൻ ഭുജത്തിൽ ആരെ ഞാൻ ഭയപ്പെടും, പാരിലായുസിൻ നാളുകളെല്ലാം.